ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാനിന്ന് എൻ്റെ അമ്മയുടെ കയ്യിൽ തൊട്ടു. എൻ്റെ അമ്മയൊന്ന് ചേർത്ത് പിടിക്കാനും അമ്മയുടെ അച്ഛമോളാണ് ഞാനെന്ന് പറയാനും എനിക്ക് പറ്റിയില്ലല്ലോ. എൻ്റെ അമ്മയുടെ കാൽക്കൽ വീണ് ഒന്ന് മാപ്പ് പറയാൻ പോലും എനിക്ക് സാധിച്ചില്ലല്ലോ ദൈവമേ. അമ്മേ, മോളെപ്പോ വന്നു? ഇപ്പൊ ഇതെന്താ അമ്മേ കറുത്ത ഉടുപ്പ്? അത് മോളെ അച്ഛന് കോടതിയിലിടാനുള്ള പുതിയ കോട്ട. നോക്കട്ടെ. മോള് പോയി ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. അമ്മ പാലും സ്നാക്സും ഒക്കെ എടുത്തു വെക്കാം. ആ അമ്മേ, വൈകിട്ട് നമുക്ക് പുറത്തു പോവാമേ. അച്ഛനോട് ഞാൻ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എവിടേക്ക്? അതൊക്കെ അച്ഛനോട് പ്ലാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വേണോ മോളെ? വേറൊരു ദിവസം പോയാ പോരെ? അമ്മയ്ക്ക് ഇന്നൊരു മൂഡില്ല. ഔട്ടിങ്ങിന് പോയി കഴിയുമ്പോ അമ്മയുടെ മൂഡ് ഓഫ് ഒക്കെ മാറും. അമ്മ വരുന്നില്ല, മോളും അച്ഛനും കൂടി പോയിട്ട് വാ. അത് പറ്റില്ല, അമ്മയും കൂടെ വന്നേ പറ്റൂ. ഇനി ഇതിന്റെ പേരിൽ പിണങ്ങണ്ട. അമ്മ വരാം. താങ്ക്സ് അമ്മേ. മോള് വേഗം പോയി യൂണിഫോം മാറ്റ്. താങ്ക്സ് അമ്മേ. ചെല്ലു. ഇത് അവസാനത്തെ അവധിയാ. 2 ദിവസം കൂടി ഞാൻ നോക്കും. വാടക കുടിശ്ശിക മുഴുവൻ തീർത്ത് കിട്ടിയില്ലെങ്കിൽ 3-ാം ദിവസം രാവിലെ ഞാനിങ്ങ് വരും. ചട്ടിയും കലവും എല്ലാം വാരി ഞാൻ പുറത്തേക്ക് എറിയും. പറഞ്ഞേക്കാം. ഒരു വശത്ത് ഞാൻ രക്ഷിക്കാൻ ബാധ്യതയുള്ള എന്റെ കുടുംബം, എന്റെ ഭർത്താവ്, അമ്മ, സഹോദരങ്ങൾ. മറുവശത്ത് എന്നെയും മോളെയും ഇത്രയും കാലം നോക്കിയ ഗൂഗിളിനോടുള്ള കടപ്പാട്. ഞാൻ ആരുടെ കൂടെ നിൽക്കേണ്ടത് ഈശ്വര?